welcome back to my channel, your online teacher. So, ഇന്ന് നമ്മൾ a three-wheeled revolution എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഇതെന്ന് പറയുന്നത് 2010 ഇർഫൻ ആലം കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് ഇതിലുള്ളത്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇൻ്റർവ്യൂ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, അതാണുള്ളത്. നമുക്ക് നോക്കാം. സോ congratulations on your achievement and when and how did you conceive this idea? അതായത് അദ്ദേഹം ഒരു വാഷിങ്ടണിൽ ഓൺടർപ്രണർഷിപ്പ് സമ്മിറ്റ് അതിൽ പങ്കെടുത്തതിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഈ ചോദിക്കുകയാണ്, ഇൻ്റർവ്യൂവർ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, വെൻ ആൻഡ് ഹൗ ഡിഡ് യു കൺസീവ് ദിസ് ഐഡിയ? എപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ, അത് എന്തിനെ പറ്റിയിട്ടാണെന്നൊക്കെ ഇനി അതിൽ പറയുന്നുണ്ട് കേട്ടോ, അപ്പം നിങ്ങൾക്ക് ബാക്കി മനസ്സിലാവും. എപ്പോഴാണ്, അതേപോലെ എങ്ങനെയാണ് ഇങ്ങനൊരു ഐഡിയയിലേക്ക് നിങ്ങൾ എത്തിയത്? അപ്പോൾ അദ്ദേഹം പറയാണ്, I was 17 years old at that time. ആ സമയത്ത് എനിക്ക് 17 വയസ്സ്. നിങ്ങളുടെ അതേ വയസ്സിലാണ് അദ്ദേഹം ഇങ്ങനൊരു ബിസിനസ് ഐഡിയയെ പറ്റി ആലോചിക്കുന്നത്. I was traveling in a rickshaw and in the middle of the journey I was very thirsty. അദ്ദേഹത്തിന് ദാഹിച്ചു യാത്രയുടെ ഇടയ്ക്ക്. I asked the rickshaw puller if he had any water. വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു. He said that he didn't carry water bottles because he didn't have money to buy and stack them. അത് വാങ്ങിച്ച് അത് സ്റ്റാക്ക് ചെയ്യാനുള്ള പണം ഇല്ലാത്തതുകൊണ്ട് അയാൾ വാട്ടർ ബോട്ടിൽ ക്യാരി ചെയ്യാറില്ല എന്ന് പറഞ്ഞു. It set me thinking and I immediately realized that there was a market for selling water bottle in rickshaws. അപ്പോൾ തന്നെ എൻ്റെ മൈൻഡിലേക്ക് കത്താണ്, അതായത് റിക്ഷോസിൽ വാട്ടർ ബോട്ടിൽസ് സെൽ ചെയ്യാൻ അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട്, അതൊരു ബിസിനസ് ഐഡിയ ആണെന്ന്. The very next day I talked to 5 rickshaw pullers and gave them each 8 bottles of water. 5 റിക്ഷാ പുള്ളേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് ഓരോരുത്തർക്കും 8 ബോട്ടിൽ വാട്ടർ കൊടുത്തു. I told them that for every bottle they sold, we would make a profit of 2 rupees which we could split in half. ഓരോ ബോട്ടിലും 2 രൂപ വെച്ച് ലാഭം കിട്ടും. ലാഭം പകുതിയായിട്ട്, 1 രൂപ എനിക്ക് 1 രൂപ നിങ്ങൾക്ക് എന്നുള്ള രീതിക്ക് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. The very first day I made a profit of 8 rupees. അങ്ങനെ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ 5 രൂപ ലാഭം കിട്ടി. You were very young when you came up with and executed this idea. അല്ലേ, ഇങ്ങനെ ഒരു ഐഡിയയിലേക്കൊക്കെ വന്നപ്പോൾ നിങ്ങൾ വളരെ ചെറുപ്പമാണെന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, യെസ് ഐ ഗെസ് ഓൺടർപ്രണർഷിപ്പ് ഈസ് ഇൻ മൈ ബ്ലഡ്. ഓൺടർപ്രണർഷിപ്പ് ഉണ്ടല്ലോ, സംരംഭകത്വം, അതെൻ്റെ ബ്ലഡിലുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഹാഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ് ഫ്രം എ വെരി ഏർലി ഏജ്. ചെറിയ പ്രായം തൊട്ട് എനിക്ക് ബിസിനസ്സിൽ ഒത്തിരി താല്പര്യമുള്ളതാണ്. During the stock market scam in 1992, my father and many of his friends lost a lot of money. 1992 സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമിൽ എൻ്റെ ഫാദറിനും അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഫ്രണ്ട്സിനും ഒരുപാട് പണം നഷ്ടപ്പെട്ടു. That is when I started taking interest in the stock market and began researching on various companies. അങ്ങനെയാണ് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു താല്പര്യം വരുന്നതും ഞാൻ പല കമ്പനീസിനെ പറ്റിയിട്ടും റിസർച്ച് ചെയ്യാനും തുടങ്ങിയത്. Interestingly, using my advice, all of my father's friends recovered their losses. എൻ്റെ അഡ്വൈസ് സ്വീകരിച്ച ഫാദറിൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അവരുടെ നഷ്ടം റിക്കവർ ചെയ്യാനും പറ്റി. മോസ്റ്റ് ഓഫ് ദം സ്റ്റാർട്ടഡ് മേക്കിംഗ് പ്രോഫിറ്റ്. അവർക്ക് അതിൽ നിന്ന് പിന്നീട് ലാഭം ഉണ്ടാക്കാനും പറ്റി. ദിസ് enabled me to start my first portfolio management firm. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേം എന്ന് വെച്ചാൽ ഓരോ കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് ഒക്കെ അതിലെല്ലാം മാനേജ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേം അറ്റ് ദ ഏജ് ഓഫ് 13 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. When my parents found out that I was dabbling in the rickshaw sector as well, they pulled me aside and asked me to stop doing it and concentrate on my studies. അപ്പോൾ ഞാനിങ്ങനെ റിക്ഷോ സെക്ടറിൽ കിടന്ന് ഇങ്ങനെ തപ്പിത്തടയുന്ന കണ്ടപ്പോൾ എൻ്റെ പാരൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് ഇത് നിർത്തിക്കോ, നീ നിൻ്റെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. So I shelved it but my interest never waned. തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു, പക്ഷേ എനിക്ക് അതിലുള്ള താല്പര്യം കുറഞ്ഞില്ല. I kept reading and researching on this sector all through my college days in Pondicherry. ഞാൻ പോണ്ടിച്ചേരിയിലാണ് കോളേജ് പഠിച്ചത്, ഡിഗ്രി പഠിച്ചത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഈ റിക്ഷ സെക്ടറിനെ പറ്റിയിട്ട് പഠിക്കും, റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Where I pursued my masters of foreign trade degree. ഞാൻ എൻ്റെ ഫോറിൻ ട്രേഡ് ഡിഗ്രിയിൽ മാസ്റ്റേഴ്സ് PG ചെയ്തത് അവിടെയാണ്. What was a spark that revived this idea? അപ്പോൾ ഇത് നിലവിൽ കൊണ്ടുവരാൻ വന്ന ഒരു സ്പാർക്ക് ഉണ്ടായിക്കണം. ആ സ്പാർക്ക് എന്താണ്? In 2006, an Indian TV show called Business Basigar launched an
an entrepreneur hunt and solicited ideas for new businesses. 2006 ബിസിനസ് ബാസിഗർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ടി വി ഷോ ലോഞ്ച് ചെയ്തു. അവരൊരു ഓൺട്രപ്രണർഷിപ്പ് ഹണ്ട് ലോഞ്ച് ചെയ്തു. അതായത് നമ്മുടെ രാജ്യത്ത് നല്ല നല്ല ബിസിനസ്സുകാരെ കണ്ടെത്താൻ വേണ്ടി, ബിസിനസ് ഐഡിയ ഉള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഐ entered this contest with a business proposal. ഞാനൊരു ബിസിനസ് പ്രപ്പോസലുമായിട്ട് ഇതിൽ ജോയിൻ ചെയ്തു. മൈ ഐഡിയ വാസ് ടു ഓർഗനൈസ് എ റിക്ഷ സെക്ടർ ആൻഡ് മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ. റിക്ഷ സെക്ടേഴ്സിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അതിനെ ഒരു പ്രോഫിറ്റബിൾ വെഞ്ചർ ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. According to my proposal, rickshaws were to be redesigned so that the spaces on the vehicles could be sold for the purposes of advertising and brand promotion. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ പ്രകാരം റിക്ഷോസ് റീഡിസൈൻ ചെയ്യണം, ഇപ്പോൾ രീതിക്ക് പറ്റില്ല, ആൻഡ് അതിൽ സ്പേസസ് വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സ്പേസിൽ അഡ്വർടൈസിങ് ചെയ്യാം, ആഡ്സ് കൊടുക്കാം, ബ്രാൻഡ് പ്രൊമോഷനൊക്കെ ചെയ്യാം. അപ്പോൾ അതിലൂടെ മണി ഉണ്ടാക്കാൻ പറ്റും. Also, I indicated that additional revenues could be made by selling products like additional revenue എന്തൊക്കെ വിറ്റുണ്ടാക്കാം, വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്സ്, മൊബൈൽ കാർഡ്സ്, ന്യൂസ് ഇതൊക്കെ പാസഞ്ചേഴ്സിന് വിറ്റ് അതിലൂടെയും അധിക വരുമാനം ഉണ്ടാക്കാം. I won the show. ഞാൻ ആ ഷോ വിൻ ചെയ്തു and was offered the seed money of rupees 150 lakh. 150 lakh സീഡ് മണിയാണ് കേട്ടോ. സീഡ് മണി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പണം അവർ തരും, ഇൻവെസ്റ്റ് ചെയ്യും. അത് വോൺ ചെയ്തു, അത് ജയിച്ചു. അപ്പോൾ ചോദിക്കുകയാണ്, വാസ് സമ്മൺ സ്റ്റാർട്ടഡ് വിത്ത് ദിസ് സീഡ് മണി? അപ്പോൾ ഈ സീഡ് മണി വെച്ചിട്ടാണോ സമ്മൺ സ്റ്റാർട്ട് ചെയ്തത്? അപ്പോൾ അദ്ദേഹം പറയണം, നോ, ഐ വെരി സൂൺ റിയലൈസ്ഡ് ദാറ്റ് ദ എൻട്രി ബാരിയർ ടു ദിസ് ബിസിനസ് വാസ് വെരി ലോ. അതായത് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ തടസ്സങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കി. ദ ഓൺലി വേ ടു സസ്റ്റെയിൻ ദിസ് ബിസിനസ് വാസ് ടു ഏൺ ദ ലോയൽറ്റി ഓഫ് റിക്ഷ പുള്ളേഴ്സ്. പക്ഷെ ഇവിടെ നിലനിന്ന് പോകണമെങ്കിൽ ഈ റിക്ഷ പുള്ളേഴ്സിൻ്റെ വിശ്വാസം നമ്മൾ നേടിയെടുക്കണം. I wanted to provide insurance, ID cards, uniforms to the rickshaw pullers. But I wanted to run this as a not-for-profit organization. ലാഭം ആഗ്രഹിക്കാത്ത ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് റൺ ചെയ്യാനായിരുന്നു എനിക്കിത് താല്പര്യം. ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഐ വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. ഞാനങ്ങനെ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ഐ ജസ്റ്റ് തോട്ട് ദാറ്റ് ഇറ്റ് വുഡ് ബി ദ ബെസ്റ്റ് വേ ടു സസ്റ്റെയിൻ ദ ബിസിനസ് ആൻഡ് ദ ഈസിയസ്റ്റ് വേ ടു ഗെറ്റ് ബാങ്ക്സ് ടു ഗിവ് ഔട്ട് ലോൺ. ബിസിനസ്സിൽ നിലനിന്ന് പോകാൻ എളുപ്പമുണ്ട്, ഇങ്ങനെയുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ ലോൺ കിട്ടാനും എളുപ്പമുണ്ട്, അത് ഓർത്തിട്ടാണ്. Since the organizers of the TV show didn't agree to this model, I ended up refusing the seed capital. പക്ഷേ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതിനോട് ടി വി ഷോയുടെ ഓർഗനൈസേഴ്സ് അതിനോട് യോജിച്ചില്ല. അപ്പം ഞാൻ ആ സീഡ് ക്യാപിറ്റൽ വേണ്ടെന്ന് പറഞ്ഞു. When did this turn into a true social venture ആയിട്ട് ഇത് എപ്പോഴാണ് മാറിയത്? As I understood more about the lives of the rickshaw pullers and their plight, it turned into a social cause. പക്ഷെ പിന്നീട് ഇവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി, ഇവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്കത് ഒരു സോഷ്യൽ കോസായിട്ട് മാറി. അതായത് പിന്നീട് ഞാനത് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറി. There are about 10 million rickshaws operating in India. ഇന്ത്യയിൽ 10 million rickshaws ഉണ്ട്. Most of these rickshaw pullers do not own the rickshaws. സ്വന്തമായിട്ട് ഇവർക്ക് റിക്ഷ ഇല്ല. Instead rent them at the rate of 30 to 40 rupees per day. ഒരു ദിവസം 30-40 ഒക്കെ വാടക കൊടുത്താണ് റിക്ഷ എടുക്കുന്നത്. The money they make after paying the rent is barely sufficient to sustain their families. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് റെൻറ്റും കൊടുത്ത് പിന്നെ ബാക്കിയുള്ള പണം എന്ന് പറയുന്നത് വളരെ തുച്ഛമായൊരു തുകയാണ്. അത് അവർക്ക് ജസ്റ്റ് നിലനിന്ന് പോകാനുള്ളതേ ഉള്ളൂ, അതിനുള്ളത് പോലും ഇല്ല. They continue to remain at the bottom of the pyramid. അതായത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ ഇവരിങ്ങനെ ജീവിച്ചു പോകുന്നു, ഒരിക്കലും ഉയർച്ച വരുന്നില്ല, കാരണം പണമില്ല. I thought that if I could create an organization that could empower the rickshaw pullers and find a way to increase the overall revenue, it would be a win-win situation for both. അപ്പോൾ ഇവരെയൊക്കെ എംപവർ ചെയ്ത ഒരു ഓർഗനൈസേഷൻ തുടങ്ങാം, അതിലൂടെ ഓവറോൾ വരുമാനം ഇൻക്രീസ് ആക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ വരുമാനം കൂടെ എൻ്റെ വരുമാനം കൂടെ രണ്ടുപേർക്കും വിൻ-വിൻ സിറ്റുവേഷൻ ആണല്ലോ. I firmly believe in C.K. Prahlad's idea that business can be successful by targeting the bottom of the pyramid. ഒരു ബിസിനസ് സക്സസ് ആവണമെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളെ വേണം ഫോക്കസ് ചെയ്യാനെന്നുള്ള C.K. പ്രഹ്ലാദിൻ്റെ ഐഡിയയോട് ഞാൻ യോജിക്കുന്നു. Saman was finally founded in 2007 with seed money from family and friends.
ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നുള്ള സീഡ് മണി യൂസ് ചെയ്തുകൊണ്ട് 2007 അങ്ങനെ എന്ത് ചെയ്തു, സമാൻ ഫൗണ്ടേഷൻ സ്ഥാപിതമായി. ഓക്കെ, നമ്മുടെ ഇത് തീർന്നിട്ടില്ല, ഇനിയുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ഡേ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് തൽക്കാലം നിർത്താം, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ പാർട്ട് 2 കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. വീഡിയോ മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.